ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ മുടി വളരാനും അതുപോലെ താരം പോവാനും മുടി കറക്കാനും വീട്ടിലുള്ള എണ്ണയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഇത് പിന്നെ കഞ്ഞുണ്ണിയാണ്. കഞ്ഞുണ്ണി എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ നനച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ തുളസിയാണുള്ളത്, തുളസി ചേർക്കുന്നത്. കഞ്ഞുണ്ണി 2-3-4 പിടി ചേർക്കുന്നുണ്ട്. അത് നല്ല തണുപ്പാണ്, പിന്നെ തണുപ്പിന് നല്ലതാണ്. പിന്നെ തുളസിയുടെ ഇലയും പനിക്കുറുക്കൻ്റെ ഇല ചേർക്കുന്നത്. പനിക്കുറുക്കും തുളസിയുടെ ഇലയും ചേർക്കുന്നത് മുടി പിന്നെ ജലദോഷം നീരിറക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വതവേ നമ്മൾ ഇന്ന് കഞ്ഞിക്കുറുക്കൻ്റെ ഇല അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളർ വരും, അപ്പോൾ മുടി കറക്കാനും നല്ലത് തന്നെ. പിന്നെ ചേർക്കുന്ന അലവേരയാണ്. അലവേരൻ്റെ മിക്ക സാധനങ്ങളും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ഇലകൾ ചേർക്കാനുള്ള ഇലകളൊക്കെ. പിന്നെ അലവേര ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്, അത് നല്ല നീളവും വണ്ണമൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണം ഒരു തണ്ട് മാത്രമേ ഉപയോഗിക്കണുള്ളൂ. പിന്നെ ചേർക്കണത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി വലിയ മരമായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അടിയിൽ തളിരിട്ടുണ്ട്. അതിൻ്റെ 2-3 പിടിയെ ചേർക്കണം, കാരണം മൈലാഞ്ചി നല്ല തണുപ്പല്ലേ. പിന്നെ ചേർക്കുന്ന കരുവേപ്പിലയും ഇത് കരുവേപ്പില മരമാണ്, അത് നല്ല വലുപ്പമാണ്, നല്ല വലിയ മരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതെന്നാണ് ഞാൻ പൊട്ടിക്കുന്നത്. ഇതൊക്കെ നല്ലതുപോലെ കഴുകണം. പിന്നെ മട്ടരി വെള്ളത്തിലാണ് ഇതുണ്ടാക്കുക. മട്ടരി വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളത്തിലിടുക. പിന്നെ ഇത് ചേർക്കുന്നത് എന്താണെന്നറിയോ? നെല്ലിക്കപ്പൊടി എടുത്ത് ഞാൻ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ കരിഞ്ജീരകം. പിന്നെ ചേർക്കുന്നത് ആര്യവേപ്പില അല്ലെങ്കിൽ കഴിക്കണ വേപ്പില പറയും, അതും ചേർക്കുന്നുണ്ട്. ഈ നെല്ലിക്കപ്പൊടിയും ഉലുവയും കരിഞ്ജീരകം വെള്ളത്തിലിട്ട് വെക്കണം. ഇത് ആര്യവേപ്പില റോട്ടിലാണ് ഉണ്ടായിരുന്നത്, വീട്ടിലില്ല, അപ്പോൾ അത് കാരണം ഞാൻ അവിടുന്ന് പൊട്ടിച്ചിട്ട് വന്നതാണ്. അതുപോലെ നല്ലതുപോലെ കഴുകിയിട്ട് അങ്ങനെ എല്ലാ ഇലകളും നല്ലതുപോലെ കഴുകി വാരം വെക്കണം. എന്നിട്ട് അതിന് ശേഷം പിന്നെ വെള്ളത്തിലിട്ട് വെച്ച ആദ്യം അരക്കണത് വെള്ളത്തിലിട്ട് വെച്ച കരിഞ്ജീരകവും ഇതും കൂടിയാണ്. കരിഞ്ജീരകവും ഉലുവയും പിന്നെ നെല്ലിക്കപ്പൊടിയും വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ അലവേര മുറിച്ചിട്ട് അതിലിട്ടിട്ട് അത് അരച്ചെടുക്കണം. അലവേര പിഴിയാൻ പറ്റില്ല, കാരണം കൊഴുകൊഴുപ്പാണ്. അപ്പോൾ അതിനേക്കാൾ നല്ല വേറെ അരച്ചെടുക്കുക നല്ലത്. അങ്ങനെ ഇത് 3 കൂടി അരച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ അരി കഴുകിയ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ അതിന് മട്ടരി നല്ലതാണ്, മട്ടരിന് തവിടുന്ന തലക്ക്, അപ്പോൾ അത് കാരണം ആ വെള്ളത്തിലാണ് ഇത് അരക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഈ ഇലകളൊക്കെ അരിവേപ്പിലയും എല്ലാ ഇലകളും കൂടി അരച്ചിട്ട് ഒരു തോർത്തുമുണ്ടിൽ വേണം അരിച്ചെടുക്കാൻ. അരിപ്പയിൽ അരിച്ചാൽ ശരിക്കും നീര് കിട്ടില്ല, തോർത്തിലാണെങ്കിൽ നമുക്ക് വേഗം നീര് കിട്ടും. അപ്പോൾ വേഗം അതുപോലെ അരിവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു തുണിയിൽ തോർത്തുമുണ്ടിൽ അരിച്ച് പിഴിയാൻ നല്ലത്. തോർത്തുമുണ്ടിൽ പിഴിഞ്ഞാൽ നല്ല നീര് കിട്ടും. ഞാൻ തോർത്തുമുണ്ടിലാണ് പിഴിയണത്. അതിന് പിഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. പിന്നെ ആ എണ്ണ ആട്ടിയതിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ എണ്ണ ആട്ടാറാണ് പതിവ്, പുറത്തുനിന്ന് മേടിക്കാറില്ല. അപ്പോൾ ആട്ടിയ എണ്ണ ഉണ്ടായിരുന്നു, അത് 1 കപ്പ് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചീനച്ചട്ടിയിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാൻ പാടില്ല. ആദ്യം ചീനച്ചട്ടിയിൽ നമ്മൾ പിന്നെ 1/2 കപ്പ് വെളിച്ചെണ്ണ, 1 കപ്പ് വെളിച്ചെണ്ണ അല്ല 1/2 കപ്പ് ഒഴിച്ചിട്ട് ഈ നീര് ഒഴിച്ച് നല്ലതുപോലെ കുറുക്കണം. കുറുക്കി വരുന്ന സമയത്ത് പിന്നെ അലവേര അരച്ചതും കരിഞ്ജീരകം അരവേല അരച്ചത് ചേർക്കുക. അത് കുറുകി വരുന്ന സമയത്താണ് ബാക്കി 1/2 കപ്പ് ബാക്കി വെണ്ണ ഉണ്ടല്ലോ അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെണ്ണ ഒഴിക്കുന്നുണ്ട്. ചെറുതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഞാൻ അത് പറയാൻ പറഞ്ഞു, ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അതിൽ. നല്ലതുപോലെ കുറുകി വന്നിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ ചെറിയ തീയിലാണിത് ഇളക്കിയെടുക്കേണ്ടത്. തിളച്ച് പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ വിടാതെ ഇളക്കണം. അങ്ങനെ എണ്ണയും ഈ നീരും കൂടി ഇങ്ങനെ കുറുകി വന്നിട്ട് പിന്നെ എണ്ണ തെളിഞ്ഞ് വരും. തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തെളിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഇത് ആയിന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാക്കനെടുത്തിട്ട് നല്ല പിരിപിരുന്നനെ ആണെങ്കിൽ അത് ആയിന്നാണ് അർത്ഥം. പിന്നെ 1 ടീസ്പൂണും കൊണ്ട് ഇങ്ങനെ മുക്കിയെടുത്താൽ വെറും എണ്ണ മാത്രം തെളിഞ്ഞ് വരും. ചളിപ്രായത്തിൽ എടുക്കുകയാണെങ്കിൽ എണ്ണ കാറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് പിന്നെ നല്ല ഒരു ബോട്ടിൽ ആക്കി വെക്കുക. വെള്ളം പോയ ബോട്ടിലാക്കി വെച്ച് നമുക്ക് ആച്ചി തന്നെ നമുക്ക് ഉപയോഗിക്കാം. കരിഞ്ജീരകം കഴിക്കണേപ്പിൻ്റെ എല്ലാം കൂട്ടിന് എന്തിനാണെന്ന് അറിയാം, അത് താരനും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.